നമ്മുടെ വീടുകളിലൊക്കെ ഉമ്മമാർ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പൊതുവേ പറയുന്നൊരു കംപ്ലൈൻ്റാണ് എന്ത്, ഷോൾഡർ ഭയങ്കര വേദനയുണ്ട്, ഡ്രസ്സ് മടക്കി വെക്കാൻ പറ്റുന്നില്ല, അതേപോലെ പുതപ്പ് മടക്കി വെക്കാൻ പറ്റുന്നില്ല, അതേപോലെ തന്നെ നമ്മൾ മുടി ചീകാൻ പറ്റുന്നില്ല. ഇനി അത് മാത്രമല്ല, ഇങ്ങനെയുള്ള ആളുകൾക്ക് കുളിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ കുളിക്കുന്ന സമയത്ത് വെള്ളം കോരി ഒഴിക്കാനോ അല്ലെങ്കിൽ തലയിൽ ഷാമ്പു തേക്കാനോ അല്ലാന്നൊരു സോപ്പ് തേക്കാൻ ഒന്നും വേണ്ട, കുളി കഴിഞ്ഞിട്ട് ഇനി എന്ത് ചെയ്യാണ്, നമ്മൾ തോർത്താണ്, അതിനും പറ്റില്ല. ചില സമയത്തൊക്കെ നല്ല സിവിയർ പെയിനൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, തൊട്ടടുത്തുള്ള നമ്മളെ മക്കളെയോ പേരമക്കളെയോ അല്ലെങ്കിൽ വീട്ടിലുള്ള വേറെ ആരെങ്കിലും വിളിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും. അതേപോലെ തന്നെ നമ്മൾ ഡ്രസ്സിൻ്റെ ഹൂക്കൊക്കെ ഇടാണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് ഒരു പരസഹായം വേണ്ടി വരും എന്നുള്ളതാണ്. ഇനി അതുമല്ല, നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാകുന്ന ചെറിയ വർക്കുകളൊക്കെ ഉണ്ടായിരിക്കും, അതേപോലെ എന്തെങ്കിലും വിറക് വെട്ടൽ അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ ഈവൻ നമ്മൾ വീടുകളിൽ ഉണ്ടാക്കുന്ന ചെറിയ വർക്കുകൾ പോലും വിറക് വെട്ടുക അല്ലെങ്കിൽ വിറക് അടുക്കി വെക്കുക. ഇനി അതുമല്ല, നമ്മൾ ഡ്രസ്സൊക്കെ അലക്കുന്ന സമയത്ത് നമ്മൾ പൊതുവെ എന്ത് ചെയ്യും, ഡ്രസ്സ് പിഴിഞ്ഞെടുക്കുമല്ലോ വെള്ളം പോകുന്നതിന് വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെ പിഴിയുന്ന സമയത്ത് പോലും നമുക്ക് സിവിയറായിട്ട് എന്ത് ചെയ്യും, ഷോൾഡർ പെയിൻ വരിക. ചില ആളുകൾക്ക് എന്ത് ചെയ്യും, ഈ ഒരു ഭാഗത്ത് നല്ല പെയിൻ ഉണ്ടാകാറുണ്ട് എന്നുള്ളതാണ്. ഇത് പലപ്പോഴും നെഗ്ലക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും പിന്നീട് അത് എന്ത് കുറേ കണ്ട് കഴിഞ്ഞാൽ ഈവൻ നമുക്ക് കൈ പൊന്തിക്കാൻ പറ്റില്ല. പലപ്പോഴും നമ്മുടെ ക്ലിനിക്കിലേക്ക് വരുന്ന സമയത്ത് അവർ പറയും, ഡോക്ടറെ കൈ നല്ല വേദനയുണ്ട്, ഇങ്ങനെ ആക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇങ്ങനെ ആക്കാൻ പറ്റണില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളൊക്കെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈവൻ നമ്മുടെ ബാക്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ഒന്ന് ചൊറിയാൻ പോലും പറ്റില്ല. ഇവിടെ ക്ലിനിക്കിൽ വന്നാൽ ഞാൻ ആദ്യം ചെയ്യുന്ന ടെസ്റ്റ് അതാണ്. നമ്മൾ ഏതെങ്കിലും ഒരു എക്സ്റേ ചെയ്തോ അല്ലെങ്കിൽ വേറെ USG MRI ഒന്നുമല്ല, ആദ്യം അവരോട് പറയൽ എന്താണ്, ഒന്ന് കൈ പൊക്കാൻ പറ്റുമോ, അല്ലാന്നുണ്ടെങ്കിൽ ബാക്കിലൊന്ന് ചൊറിയാൻ പറയും. അപ്പോൾ ഈ കൈ ഇങ്ങോട്ട് തിരിക്കുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യും, ഇവിടെ ചെറിയ രീതിയിൽ വലിവ് വരുമ്പോൾ തന്നെ സിവിയർ ആയിട്ടുള്ള നല്ല പെയിൻ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഇതിന് പ്രത്യേകത വേറെ ഒന്നും കൂടി ഉണ്ട്, ഇത് മൈൻഡ് ചെയ്യില്ല എന്നുള്ളതാണ്. കാരണം ഇതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഡോക്ടറൊന്നും കാണിക്കാതെ ഇതിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകളൊന്നും എടുക്കാതെ തന്നെ എന്ത് ചെയ്യും, അത് ക്രോണിക് ആയിട്ട് പിന്നീട് ഈവൻ ഡ്രസ്സ് പോലും ഇടാൻ പറ്റില്ല. ഇപ്പോൾ ജെൻസൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഉപ്പമാരും അതേപോലെ കാരണന്മാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഡ്രസ്സ് ഇടുന്ന സമയത്ത് എന്ത് ചെയ്യും, കൈ പൊക്കിയിട്ട് ഇടാൻ പറ്റില്ല. അപ്പോൾ വേറെയുള്ള സഹായം വേണ്ടി വരും എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഷോൾഡർ പെയിൻ അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്തുണ്ടാകുന്ന വേദനയ്ക്ക് ഒരുപാട് കാരണങ്ങളുണ്ട്. ചിലപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ചിലപ്പോൾ എന്തെങ്കിലും കൂടുതലായിട്ട് വർക്കുകൾ ചെയ്തിട്ടുണ്ടായിരിക്കാം, ഹെവി വെയിറ്റ് അല്ലെങ്കിൽ ഭാരങ്ങൾ എന്തെങ്കിലും വീട്ടിൽ നിന്ന് എന്തെങ്കിലും സാധനങ്ങൾ പൊക്കിയെടുത്തതായിരിക്കാം, പെട്ടെന്ന് പൊക്കിയെടുക്കുമ്പോഴൊക്കെയാണ് കൂടുതലായിട്ട് പ്രയാസങ്ങൾ ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ചിലപ്പോൾ ഇൻഫ്ലമേഷൻ കൂടിയത് കാരണമായിട്ടുണ്ടാകും, തൈറോയിഡ് കൂടിയാലുണ്ടാകും, അതേപോലെ തന്നെ ഷുഗർ കൂടിയ ആളുകൾക്കൊക്കെ ഈ പറഞ്ഞ ഷോൾഡർ പെയിൻ വരും എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് നമ്മളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഷോൾഡർ പെയിൻ വരാനുള്ള കാരണം എന്തൊക്കെയാണ്. ഒരുപാട് കാരണങ്ങളുണ്ട്. അപ്പോൾ നമുക്കൊരു ഷോൾഡർ പെയിൻ നമ്മൾ വീട്ടിൽ ഉമ്മാക്ക് ഉണ്ട് അല്ലെങ്കിൽ വലിയുമ്മക്ക് ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ അറിയുന്ന ആരോ സുഹൃത്തുക്കൾക്കൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു വേദന വരാനുള്ളൊരു കാരണം എന്താണെന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് അത് രോഗം വരാതെ നമുക്ക് എങ്ങനെ കൊണ്ട് നടക്കാം, എങ്ങനെയൊക്കെ നമുക്കത് വീട്ടിൽ നിന്ന് തന്നെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ആ വേദനയൊക്കെ കുറച്ച് എക്സസൈസുകളൊക്കെ ചെയ്തിട്ട് നോർമലാക്കി എടുക്കാതിനെ കുറിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഇത് എന്തുകൊണ്ടാണ് എൻ്റെ വേദന വരുന്നത്, എല്ല് പൊട്ടിയതാണോ, ഇനി അതല്ല ലിഗമെൻറ്റ് വളഞ്ഞതാണോ, ഇനി അതല്ല വേറെ എന്തെങ്കിലും ഇൻഫ്ലമേഷൻ വന്നിട്ടുണ്ടോ, ഷുഗർ കൊണ്ടതാണോ, തൈറോയിഡ് കൊണ്ടാണോ, ഇത് ഏതാണ് എന്നുള്ളത് എന്ത് ചെയ്യണം, നമ്മൾ നിർബന്ധമായിട്ടും ആദ്യം ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതിന് ശേഷം മാത്രമാണ് നമ്മൾ വീട്ടിൽ എന്തൊക്കെ ചെയ്യേണ്ടത്, എന്തെങ്കിലും എത്രത്തോളം റെസ്റ്റ് എടുക്കേണ്ടതുണ്ട്, ഇനി അവിടെ ബാൻഡേജ് ചെയ്യണോ, ബാം തേക്കണോ, ചൂട് പിടിക്കണോ എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മളെന്തെങ്കിലും വീഴ്ച സംഭവിച്ചതാണ്, സ്റ്റെപ്പ് കയറുന്ന സമയത്ത് എന്തോ തെന്നിപ്പോയി, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെന്തോ കല്ല് ഏറ്റിയ സമയത്ത് എന്ത് ചെയ്യും, ഇവിടെ കുറച്ച് ഏറ്റിയ സമയത്ത് ഇവിടെ പെയിൻ വന്നു. അങ്ങനെയുള്ള സമയത്ത് ചില ആളുകൾ പോയിട്ട് എന്ത് ചെയ്യാറുണ്ട്, ചൂട് പിടിക്കും, അല്ലെങ്കിൽ നല്ലോണം തൈലം ഇട്ടിട്ട് അല്ലെങ്കിൽ ഓയിലിട്ട് ബാം ഇട്ടിട്ടൊക്കെ നല്ലോണം എന്ത് ചെയ്യും, മൂവ്മെൻറ്റ് കൂട്ടിയെടുക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ചെയ്താൽ നിങ്ങളെ വേദന കൂടുകയുള്ളൂ, അത് കുറയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് എല്ലാ വേദനകൾക്കും എന്ത് ചെയ്യരുത്, ഒഴിയാനോ മസാജ് ചെയ്യാനോ കാര്യങ്ങൾക്ക് പോകരുത്. അതേസമയം ചിലതിനെന്ത് ചെയ്യണം, അങ്ങനെ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇതിൻ്റെയൊക്കെ ഒരു കാരണം എന്താണെന്നുള്ളത് നമ്മൾ നിർബന്ധമായിട്ട് മനസ്സിലാക്കണം. ആ കാരണത്തിനനുസരിച്ച് നമ്മൾ എന്താ ചെയ്യുക, കാര്യങ്ങളൊക്കെ ക്രമീകരിക്കുകയാണ്, നമ്മൾ ദൈനംദിന ചുറ്റുപാട് ക്രമീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് പൂർണ്ണമായിട്ട് മെഡിസിനും ഒന്നും ഇല്ലാതെ തന്നെ എന്ത് ചെയ്യാം, നമുക്ക് വലിയൊരു ശതമാനം അത് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ കഴിയും എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ട് എന്തുണ്ടാവും, ഈ പറഞ്ഞ ഷോൾഡർ പെയിൻ അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്ത് വേദന ഉണ്ടാവും. ഷോൾഡർ എന്ന് പറയുമ്പോൾ ചില ആളുകൾക്ക് ഈ ഒരു ഭാഗത്തെ മാത്രമല്ല ഉണ്ടാകുക,
ചില ആളുകൾക്ക് ഇവിടെയാണ് ഉണ്ടാവും, ഈ നമ്മുടെ ഈ ഒരു ഷോൾഡർ നേരെ താഴെ വന്നിട്ട് ഈ ഒരു ഭാഗത്തുണ്ടാവും. ഡോക്ടറെ എനിക്ക് ഇവിടെ അല്ല വേദന, ഇവിടെയാണ് വേദന. അപ്പോൾ ഇവിടെ നമ്മൾ കുറേ ബാമ്പ് തേച്ചിട്ടോ അല്ലെങ്കിൽ പുരട്ടിയിട്ടോ മാത്രം കാര്യമില്ല. അതിന് വേണ്ടത് എന്ത് ചെയ്യുക, മസിൽസിന് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ആ ലിഗമെൻറ്റിന് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള എവിടെയാണോ ഇൻഫ്ലമേഷൻ ഉള്ളത്, എവിടെയാണോ ഒരു നീരിറക്കത്തിന് പ്രശ്നമുള്ളത്, അവിടെ തന്നെ സ്പെസിഫിക് ആയിട്ട് നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യണം, എങ്കിലേ അത് കംപ്ലീറ്റ് മാറുകയുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മളിവിടെ കൂടുതൽ ഇതിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു ഷോൾഡർ വേദന എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് വരും, എങ്ങനെ നമുക്കത് സിമ്പിളായിട്ട് തന്നെ കൂടുതൽ മരുന്നെടുക്കാതെ എക്സസൈസിലൂടെ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഉപയോഗിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ബാമുകൾ തേച്ചിട്ട് ചൂട് പിടിച്ചിട്ട് എന്തെങ്കിലും ബാൻഡേജുകളൊക്കെ ചെയ്തിട്ട് എങ്ങനെ നമുക്കത് മാനേജ് ചെയ്യാൻ കഴിയും, ഇനി അഥവാ വേറെ എന്തെങ്കിലും അസുഖങ്ങളെ കൊണ്ടൊക്കെ വരുന്നോ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്നിവിടെ നമ്മളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എൻ്റെ പേര് ഡോക്ടർ സിറാജ്, മെഡിക്കൽ ഓഫീസർ QNB ഹോസ്പിറ്റൽ, കൊടുവള്ളി. അപ്പോൾ ഈ ഒരു പ്രശ്നം ഇപ്പോൾ ഈ അടുത്തും നമ്മുടെ ഒരു ക്ലിനിക്കിലേക്ക് വന്നൊരു പേഷ്യൻ്റ് ഒരു പ്രധാനമായിട്ടും വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഡോക്ടർ എനിക്ക് ഈ ഒരു ഭാഗത്ത് കഴുത്തിൻ്റെ ഒരു ഭാഗത്ത് വേദനയുണ്ട്, അതേപോലെ ഷോൾഡറിനും വേദനയുണ്ട്, അതേപോലെ കൈയുടെ ഈ ഒരു ഭാഗത്ത് വേദന ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു പേഷ്യൻസിനെ നമ്മൾ ആദ്യം പരിശോധിച്ച സമയത്ത് തന്നെ അവർക്ക് എന്തുണ്ട്, ചെറിയ രീതിയിലുള്ള ഇൻഫ്ലമേഷൻസ് ഉണ്ട്, അതേപോലെ നീരിറക്കത്തിൻ്റേതായിട്ടുള്ള പല പ്രയാസങ്ങളും ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ കൂടുതലായിട്ട് അലർജി ഉള്ള ആളുകൾ, തുമ്മലുള്ള ആളുകൾ, കഫക്കെട്ടുള്ള ആളുകൾക്കൊക്കെ എന്ത് ചെയ്യും, റിപ്പീറ്റഡ് ആയിട്ട് തുടർച്ചയായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഉള്ളിലൊരു പനി ഉണ്ടായിരിക്കും. ഉള്ളിൽ ചെറിയ രൂപത്തിലുള്ള പുറത്തേക്ക് കാണില്ല, വലിയ ചൂടായിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ വേറെ അങ്ങ് തൊട്ട് നോക്കുന്ന സമയത്ത് ചൂടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരിക്കില്ല, പക്ഷേ ഉള്ളിലെപ്പോഴും ഒരു ക്ഷീണം കാര്യങ്ങളുണ്ടായിരിക്കും. വൈകുന്നേരം ഒരു 4 മണി 5 മണിയാകുമ്പോൾ ഭയങ്കര ക്ഷീണം വരിക. അതേപോലെ തന്നെ കൂടുതലായിട്ട് യൂറിൻ കൂടുതൽ മൂത്രം എപ്പോഴും ഒഴിക്കാനുള്ള ടെൻഡൻസി വരിക. കൂടുതൽ മൂത്രം ഒഴിക്കാനൊന്നും ഉണ്ടാകില്ല, മൂത്രമായിട്ടുണ്ടായിരിക്കില്ല, പക്ഷേ എന്ത് ചെയ്യുക, ടെൻഡൻസി എപ്പോഴും ഇങ്ങനെ ടോയ്ലറ്റിൽ പോകണം, ബാത്റൂമിൽ പോകണം, വാഷ്റൂമിൽ പോകണം എന്നുള്ളൊരു ടെൻഡൻസി എപ്പോഴും വരിക. ഇങ്ങനെയുള്ള ആളുകൾക്ക് UTI ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ UTIക്ക് ഒരു പ്രത്യേകത, അതായത് മൂത്രത്തിൽ പഴുപ്പ്, മൂത്രത്തിൽ ചൂട് എന്നൊക്കെ പല നാട്ടിൽ പറയും. ഈ മൂത്രത്തിൽ പഴുപ്പ് വന്നു കഴിഞ്ഞാൽ, മൂത്രത്തിൽ ചൂട് വന്നു കഴിഞ്ഞാൽ വീക്ക്നെസ് നല്ലോണം ഉണ്ടാകും. അപ്പോൾ അതിൽ പൊതുവായിട്ട് സ്ത്രീകൾക്ക് അതുമായി ബന്ധപ്പെട്ട് വരുന്നൊരു സംഗതിയാണ് ഈ ഒരു ഭാഗത്ത് നല്ല രീതിയിൽ വേദന ഉണ്ടാകും എന്നുള്ളത്. അവർക്ക് കൈ പൊന്തിക്കുന്നതിന് പ്രശ്നമൊന്നും ഉണ്ടായിരിക്കില്ല, പക്ഷേ എന്തുണ്ടായിരിക്കും, മസിൽസിന് നല്ല വേദന ഉണ്ടായിരിക്കും. ഒന്നെങ്കിലും പൊക്കാനോ അല്ലാന്നുണ്ടെങ്കിൽ കൂടുതൽ എന്തെങ്കിലും വർക്കുകൾ ചെയ്യാനോ ഒന്നും നമുക്കതിന് കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളൊക്കെ മൂത്രം കൂടുതൽ വരിക, അതേപോലെ ഛർദ്ദിക്കാൻ വരിക, ഓക്കാൻ വരിക, രാവിലെ എണീറ്റ് പല്ല് തേക്കുമ്പോൾ തന്നെ ഛർദ്ദിക്കാനുള്ള ടെൻഡൻസി ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ UTIക്കുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുമാത്രമല്ല അവർക്ക് എന്തുണ്ടായിരിക്കും, ബാക്ക് പെയിനും ഉണ്ടായിരിക്കും, ഷോൾഡർ പെയിൻ അല്ലെങ്കിൽ കഴുത്ത് വേദന, നീ പെയിൻ, ഇതിൻ്റെയൊക്കെ കൂടെ തന്നെ ഉണ്ടായിരിക്കും ഈ ബാക്ക് പെയിനും ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വെള്ളം കുറവൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഇതേപോലെ കുളിരൊക്കെ വരുന്നുണ്ട്, ഫാനൊക്കെ രാത്രി ഫാനൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ കുളിരൊക്കെ വരുന്നുണ്ട്, നല്ല പുതച്ച് മൂടി പുതച്ച് കിടന്നുറങ്ങാനുള്ള ടെൻഡൻസി ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും യൂറിൻ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പോൾ യൂറിനിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ, ബാക്ടീരിയ ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ, പസൽസ് ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നല്ല വെള്ളം കുടിക്കണം. അതേപോലെ തന്നെ പ്രത്യേകിച്ച് എന്തെങ്കിലും മല്ലി തിളപ്പിച്ച വെള്ളം അല്ലെങ്കിൽ ജീരക വെള്ളമൊക്കെ എന്ത് ചെയ്യുക, നന്നായിട്ട് കുടിക്കുക, അല്ലെങ്കിൽ നന്നാറിയുടെ വെള്ളം എന്ത് ചെയ്യുക, നന്നായിട്ടൊക്കെ കുടിക്കുക. പിന്നെ ഇതൊക്കെ എടുത്താൽ തന്നെ ഇനി അഥവാ കൂടുതലായിട്ട് ബാക്ടീരിയ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ആൻറ്റിബയോട്ടിക് ട്രീറ്റ്മെൻറ്റുകൾ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും കൊണ്ടുപോകണം. അപ്പോൾ ആ ഒരു ഇൻഫ്ലമേഷൻ, ബോഡിയുടെ ആ ഇൻഫ്ലമേഷൻ കംപ്ലീറ്റ് കുറയുന്ന സമയത്ത് തന്നെ അങ്ങനെയുള്ള ഷോൾഡർ പെയിനുകൾക്ക് ഒരു പരിധി വരെ നമുക്ക് പൂർണ്ണമായിട്ട് തന്നെ എന്ത് ചെയ്യാം, മാറ്റാൻ കഴിയും എന്നുള്ളതാണ്. ഇനി ഇതല്ലാതെ മറ്റൊരു കണ്ടീഷനാണ് റൊട്ടേറ്റർ കഫ് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. അവിടെ ചെറിയ രൂപത്തിൽ ഇഞ്ചുറി ഉണ്ടാക്കാം. നമുക്കറിയാം ഈ ഒരു കൈക്ക് ഒരു പ്രത്യേകത ഉണ്ട്, മറ്റുള്ള ജോയിൻറ്റുകളെ പോലെയല്ല. നമുക്ക് ബാക്ക് തിരിക്കാനും അല്ലെങ്കിൽ ബാക്കിൽ പുറം ചൊറിയാനും മുന്നിൽ തിരിക്കാനും ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാനും എല്ലാത്തിനും ഏറ്റവും കൂടുതൽ മൂവ്മെൻ്റ് ഉള്ളത്, ഏറ്റവും കൂടുതൽ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുന്ന, എപ്പോഴും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ജോയിൻ്റാണ് ഈ പറഞ്ഞിട്ടുള്ള ഷോൾഡർ ജോയിൻ്റ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് പരിക്ക് പറ്റിയ വലിയ ഇടങ്ങേറ്, കാരണം നമ്മുടെ ജീവിതത്തിലുള്ള പല പ്രയാസങ്ങളും ഈ ഒരു ഇതിന് പരിക്ക് പറ്റിയ വരും എന്നുള്ളതാണ്. അപ്പോൾ ഈ റൊട്ടേറ്റർ കഫ് ഇഞ്ചുറി എന്ന് പറയുമ്പോൾ ഈ ഒരു ഭാഗത്ത് ഒരുപാട് മസിലുകൾ വരുന്നുണ്ട്, ബാക്ക് സൈഡിൽ നിന്ന്, ഇതുപോലെ ഫ്രണ്ടിൽ നിന്ന്, ഇവിടെ നിന്നൊക്കെ അങ്ങനെ ഒരുപാട് മസിലുകൾ ഇവിടെ ജോയിൻ്റ് ഒരു കഫ് റൊട്ടേറ്റർ ആയിട്ട് ഒരു റൗണ്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഒരു മസിൽസുകളാണ്, ഒരുപാട് മസിൽസുകളുണ്ട്. അപ്പോൾ അതിന് എന്തെങ്കിലും കൂടുതൽ ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ കൈ പൊക്കാൻ പ്രയാസം ഉണ്ടായിരിക്കും.
പ്രത്യേകിച്ച് നമ്മൾ കൂടുതലായിട്ട് എന്തെങ്കിലും വെയിറ്റ് എടുക്കുക, നമ്മൾ വീട്ടിലെന്തെങ്കിലും കൂടുതൽ പണിയെടുക്കുക, അതേപോലെ മരം എന്തെങ്കിലുമൊക്കെ വെട്ടുന്ന വരിക, അതേപോലെ വിറക് വെട്ടുന്ന കണ്ടീഷൻ വരിക, കൂടുതലായിട്ട് കൈ കൊണ്ട് അലക്കുന്ന കണ്ടീഷൻ വരിക, കൂടുതൽ അതേപോലെ പിഴിഞ്ഞെടുക്കുക, അങ്ങനെ എക്സ്ട്രാ ആയിട്ട് നമ്മൾ കൂടുതൽ വർക്കുകളൊക്കെ ചെയ്താൽ എന്ത് ചെയ്യും, ഈ റൊട്ടേറ്റർ കഫിനൊക്കെ കൂടുതൽ ഇഞ്ചുറി പറ്റാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ ഇഞ്ചുറി പറ്റിയാൽ ഈ പറഞ്ഞതുപോലെ പിന്നീട് എന്ത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ കൂടുതൽ വിറക് വെട്ടുക അല്ലെങ്കിൽ പറമ്പൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ടായിരിക്കും, പക്ഷേ അന്ന് രാത്രി ഉറങ്ങി പിറ്റേന്ന് രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് കൈ പൊന്തൂല എന്നുള്ളതാണ്. അപ്പോൾ നമുക്കൊരു മൂവ്മെൻറ്റ് കുറയും, അത്ര പൊന്തുന്നുള്ളൂ, ഇങ്ങോട്ട് പൊന്തിക്കാൻ പറ്റുന്നില്ല, ഈ ഒരു ഭാഗത്തില്ല. അപ്പോൾ ചില ആളുകൾക്ക് അതുകൊണ്ടാണ് പുറം ചൊറിയുന്ന സമയത്ത് നമ്മളെന്ത് ചെയ്യും, ഇതിങ്ങനെ വലിയും, ഇവിടെ ഉണ്ടാകുന്ന മസിലും ലിഗമെൻ്റൊക്കെ വലിയുന്ന സമയത്ത് നല്ല പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സെൻസേഷൻ, നല്ല വേദന ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ റൊട്ടേറ്റർ കഫ് ഇഞ്ചുറി ഉള്ള ആളുകൾക്ക് ഈ പറഞ്ഞതുപോലെയുള്ള എന്തുണ്ടായിരിക്കും, ഷോൾഡർ പെയിൻ നന്നായിട്ടുണ്ടായിരിക്കും എന്നുള്ളതാണ്. ഇനി മറ്റൊരു പ്രയാസം, അതായത് മറ്റൊരു ബുദ്ധിമുട്ടാണ് ബർസൈറ്റിസ് എന്ന് പറയുന്നത്. അതായത് നമുക്കറിയാം നമ്മുടെ കാൽമുട്ടിന് എന്തുണ്ട്, സൈനോവിയൽ ഫ്ലൂയിഡ്, അവിടെ ഒരു ദ്രാവകം ഉണ്ട് നമുക്കറിയാം അല്ലേ, അത് ശരിയായ രീതിയിൽ മൂവ്മെൻ്റ് ഒക്കെ നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ആ ഒരു ദ്രാവകം എന്ന് പറയുന്നത്. എന്നതുപോലെ തന്നെയാണ് നമ്മുടെ ഷോൾഡറിൽ എന്തുണ്ട്, ഒരു ബർസ എന്ന് പറയുന്ന ഒരു ചെറിയൊരു ഒരു സഞ്ചിയുണ്ട്, അതിൻ്റെ ഉള്ളിൽ എന്തുണ്ട്, ചെറിയ രൂപത്തിൽ ഫ്ലൂയിഡ് ഉണ്ട്. കാരണം ഈ നേരത്തെ പറഞ്ഞ നമ്മൾ ഈ കൈ എന്തുണ്ട്, എല്ലാ ഭാഗത്തേക്കും മൂവ്മെൻറ്റ് നടത്താനുള്ളതാണ്. അപ്പോൾ ആ മൂവ്മെൻറ്റ് നടത്തുന്നതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന നല്ല ഫ്ലൂയിഡിറ്റി കിട്ടുന്നതിന് സഹായിക്കുന്ന, അവിടെ നറിഷ്മെൻറ്റിന്, അവിടെ ന്യൂട്രീഷനൊക്കെ കിട്ടാൻ സഹായിക്കുന്ന ഒരു ഫ്ലൂയിഡാണ് ഈ ബർസ അല്ലെങ്കിൽ അതിലുണ്ടാകുന്ന ഫ്ലൂയിഡൊക്കെ പറയുന്നത്. അപ്പോൾ അതിൽ എന്തെങ്കിലും ഇൻഫ്ലമേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ ബർസൈറ്റിസ് എന്നുള്ളൊരു കണ്ടീഷൻ ഉണ്ടാകാറുണ്ട്. അപ്പോഴെന്തുണ്ടാകും, നല്ല സിവിയർ പെയിൻ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. തൊടുമ്പൊക്കെ നല്ല വേദന ഉണ്ടായിരിക്കും ആ ഭാഗത്ത്, അതേപോലെ തന്നെ അവിടെ സ്വെല്ലിങ് ഉണ്ടായിരിക്കും, നല്ല ഇങ്ങനെ ചെറിയൊരു വീക്കം, നീർക്കെട്ട് പോലെ ഇങ്ങനെ സ്വെല്ലിങ് ഒക്കെ നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കും അത് വരാനുള്ള കാരണം മറ്റൊന്നുമില്ല, എന്താണ്, എക്സ്ട്രാ ആയിട്ട് നമ്മൾ മൂവ്മെൻറ്റുകൾ നടത്തുക, കൂടുതൽ റണ്ണിങ് ചെയ്യുക. അതേപോലെ ചിലപ്പോൾ നമ്മളൊക്കെ കുട്ടികളൊക്കെ അത് കളിക്കാതെ നമ്മൾ കളിക്കാൻ പോയാൽ എന്തുണ്ടാവും, ഷോൾഡർ പെയിൻ ഉണ്ടാവും. കൂടുതൽ ക്രിക്കറ്റൊക്കെ കളിക്കുകയാണെന്നുണ്ടെങ്കിൽ ബോളിംഗ് ഒക്കെ കൂടുതൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ റൊട്ടേറ്റർ കഫിന് അതേപോലെ ബർസൈറ്റിസിനൊക്കെ ഉള്ള ഇൻഫ്ലമേഷനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അമിതമായിട്ട് നമ്മൾ ചെയ്യാത്ത വർക്കുകൾ കൂടുതലായിട്ട് നമ്മൾ എക്സ്ട്രാ ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ബർസൈറ്റിസും അതേപോലെ തന്നെ റൊട്ടേറ്റർ കഫിനൊക്കെ ഇഞ്ചുറി ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഈ ഒരു കാരണങ്ങളെ കൊണ്ട് എന്ത് ചെയ്യും, ഈ പറയുന്ന ബർസൈറ്റിസ് കാരണം ഈ പറഞ്ഞിട്ടുള്ള ബർസൈറ്റിസ് കാരണമായിട്ടും ഈ ഷോൾഡർ പെയിൻ ഉണ്ടാകും. അതേപോലെ റൊട്ടേറ്റർ കഫിന് അമിതമായിട്ടുള്ള വർക്കുകൾ, സ്ട്രെയിനുകൾ കണ്ടിട്ടും പെയിൻ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഇനി അതേപോലെ തന്നെയാണ് ടെൻഡനിൽ എന്തെങ്കിലും ഇൻഫ്ലമേഷൻ വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ലോഡിങ് കൂടുതലായിട്ടുണ്ടാവുക, പെട്ടെന്ന് നമ്മൾ ലോഡിങ് എപ്പോഴും നമ്മൾ ചെയ്ത് കഴിഞ്ഞാലും ഈ പറഞ്ഞതുപോലെ ടെൻഡനിൽ ചെറിയ രൂപത്തിലുള്ള ഇൻഫ്ലമേഷൻ വരും എന്നുള്ളതാണ്. അത് എല്ലാ സമയത്തും അല്ലെങ്കിൽ എല്ലാ ബുദ്ധിമുട്ടുണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ ബാക്ക് ചൊറിയാൻ പ്രശ്നമൊന്നും ഉണ്ടായിരിക്കില്ല, അല്ലാന്നുണ്ടെങ്കിൽ കൈ പൊക്കാൻ പ്രയാസം ഉണ്ടായിരിക്കില്ല. പക്ഷേ ഏതെങ്കിലും ഒരു ഭാഗത്ത് എത്തുന്ന സമയത്ത് ഒരു പെയിന് വരും, ഒരു ലോക്കിങ്, ഒരു പിടുത്തം വരും എന്നുള്ളതാണ്. അതാണെങ്കിൽ നല്ല സിവിയർ ആയിട്ടുള്ള വേദന ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് സ്പെസിഫിക് ആയിട്ട് ഏത് ലിഗമെൻ്റാണ്, കാരണം ഈ ഒരു ബാക്കിലേക്ക് തിരിയുന്ന സമയത്ത് ഈ ഒരു ഭാഗത്തുള്ള ലിഗമെൻ്റാണ് വലകൽ, അതേപോലെ തന്നെ ഫ്രണ്ടിലേക്ക് തിരിയുന്ന സമയത്ത് ഈ ഒരു ഭാഗത്തുള്ള ലിഗമെൻ്റാണ്. അപ്പോൾ ഓരോ സൈഡിലേക്കും ഓരോ ലിഗമെൻറ്റുകളുണ്ട്. അപ്പോൾ ഏത് ലിഗമെൻ്റാണോ ആ ഒരു വലിച്ചിൽ ഒരു ഇൻഫ്ലമേഷൻ വരുന്നത് അതിന് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്ത് മാറ്റിയാലേ മാറുള്ളൂ. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ഹോസ്പിറ്റലിലെത്തും, പല ടെസ്റ്റുകൾ നടത്തും, പലപ്പോഴും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മനസ്സിലാക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ ഇപ്പോൾ ബാൻഡേജ് ചെയ്യും, ഗുരുക്കന്മാരെടുത്ത് പോകും, കുറേ ഉഴിച്ചിലുകൾ നടത്തും, കുറേ തെറാപ്പികൾ ചെയ്യും, മാറ്റം ഉണ്ടായിരിക്കില്ല. അപ്പോൾ അങ്ങനെ സ്പെസിഫിക് ആയിട്ട് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ USG പോലെയുള്ള ടെസ്റ്റുകൾ നടത്തേണ്ടത്. അങ്ങനെ ഈ പറഞ്ഞിട്ടുള്ള പല കാരണങ്ങൾ കൊണ്ട് ടെൻഡനൈറ്റിസ് എന്ത് ചെയ്യുക, ഈ ലിഗമെൻസിന് എന്തെങ്കിലും ഇൻഫ്ലമേഷൻസ് അല്ലെങ്കിൽ ടെൻഡനിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരിക, ബർസൈറ്റിസ് പോലെയുള്ള പ്രശ്നങ്ങൾ വരിക. ഇനി അതും അല്ലാത്ത ചില പ്രശ്നങ്ങളുണ്ട്, ആർത്രൈറ്റിസ് പോലെ പ്രശ്നങ്ങൾ. പൊതുവേ നമുക്ക് അറിയുന്നതാണ് കാൽമുട്ടിൽ ആർത്രൈറ്റിസ്, ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, റൊമാറ്റിക് ആർത്രൈറ്റിസ് നമുക്ക് കേട്ടിട്ടുള്ളതാണ്. ഏകദേശം ഒരു 30 വയസ്സ് കഴിഞ്ഞാൽ തന്നെ ഇന്ന് കോമണായി, 35 വയസ്സ് കഴിഞ്ഞാൽ ഇത് കോമൺ ആയിട്ട് പലരും കണ്ടുവരുന്ന സംഗതിയാണ്. അപ്പോൾ എന്നതുപോലെ തന്നെ കാൽമുട്ടിനെ ബാധിക്കുന്നതിന് അതേപോലെ തന്നെ എന്ത് ചെയ്യും, നമ്മുടെ ഈ ഷോൾഡർ ജോയിൻറ്റിനെയും ബാധിക്കും എന്നുള്ളതാണ്. കാരണം എന്തെങ്കിലും പ്രത്യേകമായിട്ട് എന്തെങ്കിലും ടിയറിങ് വരിക, എന്തെങ്കിലും ചെറിയ അകൽച്ചയോ അല്ലെങ്കിൽ തിരിച്ചിലോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് ടിയറിങ് പ്രശ്നങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ആ
ആർത്രൈറ്റിസ് പോലെയുള്ള ബുദ്ധിമുട്ടുകൾ നല്ലോണം ഉണ്ടാകും എന്നുള്ളതാണ്. അങ്ങനെ ഒരു ഇൻഫ്ലമേഷൻ, ആ ജോയിൻറ്റിന് ബോണിനൊക്കെ ഇൻഫ്ലമേഷൻ ഉള്ള ആളുകൾക്കും ഈ പറഞ്ഞതുപോലെ ഷോൾഡർ പെയിൻ ഉണ്ടാകും. അതും കൂടുതൽ പറഞ്ഞതുപോലെ എന്ത് ചെയ്യും, മൂവ്മെൻറ്റ്സ് കൂടുന്ന സമയത്ത്, ഷോൾഡർ ഇളക്കുന്ന സമയത്തായിരിക്കും കൂടുതൽ വേദന ഉണ്ടാവുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നമ്മൾ കൂടുതലൊന്നും കൈയൊന്നും അനക്കുന്നില്ല, കൂടുതൽ മൂവ്മെൻറ്റ്സ് ഒന്നും എടുക്കുന്നില്ല, ലിമിറ്റഡ് കുറഞ്ഞ എമൗണ്ട്, കുറഞ്ഞ പണിയൊക്കെ എടുക്കുന്നുള്ളൂ. അങ്ങനെ ഒരു ദിവസം എന്താണ് നമ്മൾ കൂടുതലായിട്ട് എന്തെങ്കിലും പണിയെടുക്കുകയാണ്, അതൊരു കല്യാണ പരിപാടി പങ്കെടുക്കുക, അപ്പോൾ കൂടുതൽ വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യുക, ബോണിന് ചെറിയ കൂടുതൽ വർക്ക് എടുത്തും പ്രകാരമായിട്ടുള്ള ചെറിയ ഇൻഫ്ലമേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടും ജോയിൻറ്റിൽ എന്ത് ചെയ്യും, ആർത്രൈറ്റിസ് വന്നിട്ടും ഈ പറഞ്ഞതുപോലെയുള്ള വേദന ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ കൂടുതലായിട്ടുള്ള മൂവ്മെൻറ്റ്സ് കാരണമായിട്ടാണ് ഈ പറയുന്ന ആർത്രൈറ്റിസും ഉണ്ടാകുന്നത് എന്നുള്ളത് നമ്മൾ ചേർത്ത് മനസ്സിലാക്കുക. ഇനി ഇതൊന്നും അല്ലാതെ ചില ആളുകൾക്ക് എന്താണ് കണ്ടീഷനാണ് ഫ്രോസൺ ഷോൾഡർ എന്ന് പറയുന്നത്. ആ പേരിൽ തന്നെയുണ്ട്, ഫ്രീസായി പോകുക എന്നുള്ളത്. അതായത് നമ്മുടെ ഷോൾഡർ എന്ത് ചെയ്യും, ഫ്രീസായി പോകും. അതായത് ലോക്കായി പോയ കണ്ടീഷൻ. കൈ പൊന്തിക്കാനും പറ്റുന്നില്ല, താഴ്ത്താനും പറ്റുന്നില്ല, തിരിക്കാനും പറ്റുന്നില്ല, ഒന്നിനും പറ്റാത്തൊരു കണ്ടീഷൻ. അങ്ങനെ സിവിയർ ആയിട്ട് ഭയങ്കര വേദന, ഭയങ്കര സ്റ്റിഫായ കണ്ടീഷനാണ് ഉണ്ടാകുക എന്നുള്ളതാണ് ഈ ഫ്രോസൺ ഷോൾഡർ എന്ന് പറയുന്നത്. അപ്പോൾ ആ പേരിൽ തന്നെയുണ്ട്, ഫ്രീസായി പോവുക. ഐസൊക്കെ ഫ്രീസായ പോലെ എന്ത് ചെയ്യും, ഈ പറഞ്ഞതുപോലെ എന്ത് ചെയ്യും, ഇങ്ങനെ ലോക്കഡായിട്ട് സ്റ്റിഫായി പോകുക എന്നുള്ളത് ഷോൾഡർ. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് കൈ പൊന്തിക്കാനോ തിരിക്കാനോ മറിക്കാനോ ഒന്ന് ചൊറിയാനോ ഒന്ന് ഡ്രസ്സ് ഇടാനോ അല്ലെങ്കിൽ തല തോർത്താനോ മുടി ചീകാനോ ഒന്നിനും പറ്റാത്ത കണ്ടീഷനാണ്, സിവിയർ ആയിട്ടുള്ള പെയിനാണ്. അത് കൂടുതൽ പലരും തെറ്റിദ്ധരിക്കാറുണ്ട്, വേറെ എന്തെങ്കിലും പ്രശ്നമായിട്ടുണ്ടോ, ക്യാൻസറാണോ, വേറെ എന്തെങ്കിലും ട്യൂമർ ഗ്രോത്ത് ഉണ്ടോ, ഇനി അതല്ല വേറെ എല്ല് പൊട്ടിയോ അല്ലെങ്കിൽ മസിലൊക്കെ പോയോ, അങ്ങനെയൊക്കെ തെറ്റിദ്ധരിക്കാറുണ്ട്. പക്ഷേ ഇതെന്താണ്, ഇതും ഈ പറഞ്ഞതുപോലെ അബ്നോർമലായിട്ടുള്ള റിപ്പീറ്റഡ് മൂവ്മെൻറ്റ് കാരണമായിട്ട് നമ്മുടെ ബോൺ അല്ലെങ്കിൽ ജോയിൻ്റ് എന്ത് ചെയ്യുന്നത്, സ്റ്റിഫായി പോകുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷനൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അതിന് സ്പെസിഫിക് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ തന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഒരു കണ്ടീഷനാണ് ഡിസ്ലൊക്കേഷൻ സംഭവിക്കുക. നമ്മളിപ്പോൾ എന്തെങ്കിലും ആക്സിഡൻറ്റുകൾ സംഭവിച്ചാൽ കൂടുതൽ സംഭവിക്കുന്ന ഒരു സംഗതിയാണ് എന്ത്, ഈ പറഞ്ഞതുപോലെ ഈ ജോയിൻറ്റ് തെന്നിപ്പോവുക, അല്ലെങ്കിൽ ആ ബോൾ എന്ത് ചെയ്യും അവിടുന്ന് മാറിപ്പോകുക എന്നൊക്കെ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. എവിടെയെങ്കിലും മരത്തിൽ നിന്ന് വീണ് കഴിഞ്ഞാൽ, അതുപോലെ വേറെ ആക്സിഡൻറ്റുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ, കൂട്ടിയിടുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ, ചിലപ്പോൾ നമ്മൾ ഈ ഫൈറ്റുകളൊക്കെ നടത്തി കഴിഞ്ഞാൽ പൊതുവായിട്ട് കണ്ടുവരുന്നൊരു സംഗതിയാണ് എന്ത് ചെയ്യുക, ഈ ജോയിൻറ്റ് പെടുന്ന എന്ത് ചെയ്യും, ആ ഒരു ഭാഗത്തുനിന്ന് തെന്നിപ്പോവുക, മാറിപ്പോവുക എന്നുള്ളത്. അങ്ങനെയുള്ള കണ്ടീഷനുകളിലും ഈ പറഞ്ഞതുപോലെ സിവിയർ ആയിട്ടുള്ള ഷോൾഡർ പെയിൻ ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ പെയിന് പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ തന്നെ എന്ത് ചെയ്ത് വീട്ടിൽ നിന്ന് തന്നെ മാനിപ്പുലേറ്റ് ചെയ്ത് വലിക്കാനോ തിരിക്കാനോ ഒന്നും പാടില്ല. അങ്ങനെ വലിക്കാനും തിരിക്കാനൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത് കുറച്ചും കൂടെ കോംപ്ലിക്കേഷൻ ആകുള്ളൂ. നമ്മളെപ്പോഴും ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചാൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പെട്ടെന്ന് വീഴ്ചകൾ സംഭവിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ എന്തെങ്കിലും പെട്ടെന്ന് ഇപ്പോൾ ഫുട്ബോളൊക്കെ കളിക്കുന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും, എന്തെങ്കിലുമൊക്കെ ഇഞ്ചുറി സംഭവിച്ചു കഴിഞ്ഞാൽ അവരെ ഒരു സ്ട്രക്ചറിൽ കിടത്തിയിട്ടാണ് എന്ത് ചെയ്യുക, കൊണ്ടുപോകുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ കൊണ്ടുപോകുന്നത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് കാരണം, ചെറിയ രൂപത്തിൽ എന്തെങ്കിലും പരിക്കുണ്ടാവുള്ളൂ. പക്ഷേ നമ്മൾ അവിടുന്ന് ആ സമയത്ത് പൊതുവേ നമ്മൾ കണ്ടിട്ടുള്ള സംഗതിയാണ് എന്ത്, ആളുകളെ കാലൊക്കെ ഒന്ന് പടം മറിഞ്ഞ്, നമ്മൾ കാലൊക്കെ ഒന്ന് തെന്നി പോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അപ്പോൾ തന്നെ ഒന്ന് പിടിച്ച് കാലൊക്കെ ഒന്ന് നല്ലോണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിച്ച് മറിച്ച് അവിടെ എന്തെങ്കിലുമൊക്കെ ഓയിൽ ബാമ്പൊക്കെ ഒന്ന് പുരട്ടി തേച്ച് അതെന്ത് ചെയ്യും, അങ്ങനെ വെക്കും. അപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് പറയും. 2 ദിവസം കഴിയുമ്പോൾ നല്ല നീര് വരുന്നുണ്ട്, നടക്കാൻ പറ്റുന്നില്ല, കാല് കുത്താൻ പറ്റുന്നില്ല, അവസാനം ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ ചിലപ്പോൾ ഫ്രാക്ചർ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ ആദ്യം അല്ലെങ്കിൽ നമ്മൾ വീഴുന്ന സമയത്ത് പ്രശ്നമൊന്നും ഉണ്ടായിരിക്കില്ല, ചെറിയ രൂപത്തിൽ എന്തെങ്കിലും ചെറിയൊരു ലിഗമെൻറ്റ് വലിവോ അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കുള്ളൂ. പക്ഷേ അതിന് ശേഷം ഈ പറഞ്ഞതുപോലെ നമ്മൾ എന്ത് ചെയ്യും, നല്ലോണം മസാജ് ചെയ്യും, അല്ലെങ്കിൽ നല്ലോണം തിരുമ്മി കൊടുക്കും. ഇതൊക്കെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അവിടെ പരിക്ക് കൂടുകയുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞതുപോലെ നമ്മൾ എവിടെയെങ്കിലും ഷോൾഡർ കുത്തി വീഴുകയോ അല്ലെങ്കിൽ ആക്സിഡൻറ്റ് സംഭവിക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഷോൾഡറിന് എന്തെങ്കിലും ഇഞ്ചുറി സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും അവിടെ എന്ത് ചെയ്യരുത്, മസാജ് ബാൻഡേജ് കാര്യങ്ങൾ ഒന്നും ചെയ്യരുത്. അവിടെ അത് റെസ്റ്റിൽ വെക്കുക. അതേപോലെ ഒരു ഡോക്ടറെ കണ്ടിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് വേണ്ട ടെസ്റ്റുകളൊക്കെ ഒന്ന് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ എന്ത് ചെയ്യേണ്ടത്, എന്തെങ്കിലും ഒരു ഹോട്ട് ബാഗ് വെക്കുക. നമ്മൾ വീണ് കഴിഞ്ഞതാണ്, നല്ല നീരൊക്കെ വരുന്നുണ്ടെങ്കിൽ ചൂട് പിടിക്കരുത്, ഒഴിയാനോ നിൽക്കരുത്. നമ്മൾ
നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഒരു ഐസിൻ്റെ തണുത്ത വെള്ളം കൊണ്ടോ അല്ലെങ്കിൽ ഐസോ എന്ത് വെച്ചിട്ടോ അവിടെ നീർക്കെട്ട് എന്ത് ചെയ്യണം, കുറക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഡിസ്ലൊക്കേഷൻ സംഭവിച്ച ആളുകൾക്ക് ആ വീണ സമയത്ത് എന്ത് ചെയ്യുന്നുണ്ടാവും, ഈ പറഞ്ഞതുപോലെ ഷോൾഡർ പെയിൻ ഉണ്ടാകും എന്നുള്ളതാണ്. ഇതൊന്നുമല്ല, ഇതൊക്കെ ഈ പറഞ്ഞ കാരണങ്ങളൊക്കെ വെക്കുകയാണെങ്കിൽ ഒന്ന് എന്താണ്, ടെൻഡന് പ്രശ്നം ഉണ്ടാവുന്നതാണ്, അല്ലെങ്കിൽ മസിലിന് പ്രശ്നമാണ്, അല്ലെങ്കിൽ ലിഗമെൻറ്റിന് പ്രശ്നമാണ്, അല്ലെങ്കിൽ എല്ലിന് പ്രശ്നമാണ്, ഇനി അതല്ല ബർസക്ക് പ്രശ്നം വരുന്നതാണ്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം എന്താണ്, ആ ജോയിൻറ്റ് റിലേറ്റഡ് ആയിട്ട് മാത്രം വരുന്ന പ്രശ്നങ്ങളാണ്. ഈ പ്രശ്നങ്ങൾ, ഈ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടല്ലോ, ഇത് കുറയ്ക്കുന്നതിന് സിമ്പിളായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഒന്ന്, റെഗുലറായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, വേദന ഇല്ലാത്ത സമയത്ത് തന്നെ നോർമൽ ഹെൽത്തി ആയിട്ടുള്ള ആളുകളൊക്കെ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ സ്ട്രെച്ചിങ് എക്സസൈസുകൾ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ കൂടുതലായിട്ട് കൂടുതൽ വിറക് വെട്ടാൻ പോകുന്നുണ്ട്, നീന്താൻ പോകുന്നുണ്ട്, കൂടുതൽ കളിക്കാൻ പോകുന്നുണ്ട്, അങ്ങനെ എന്തെങ്കിലും എക്സസീവായിട്ട് കൂടുതൽ പണിയൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അത് എടുക്കുന്നതിന് മുമ്പായിട്ട് ചെറിയ രൂപത്തിലേക്ക് എന്ത് ചെയ്യുക, സ്ട്രെച്ചിങ് എക്സസൈസുകൾ ചെയ്തതിന് ശേഷം മാത്രം അതിലേക്ക് പോകുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു പരിധി വരെ നമുക്ക് ഈ പരിക്കുകളൊക്കെ നമുക്ക് കുറക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഇഞ്ചുറി സംഭവിച്ചു, വീണു, എല്ല് പൊട്ടി, അതുപോലെ ഡിസ്ലൊക്കേഷൻ സംഭവിച്ചു, നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, അത് ഇളക്കാനോ കൂടുതൽ മസാജ് ചെയ്യാനോ കൂടുതൽ ഒന്നും ചെയ്ത്, അത് ഏത് പൊസിഷനിലാണോ അത് സംഭവിച്ചിട്ടുള്ളത് അതേ പൊസിഷനിൽ പിടിച്ചിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. വേണ്ട എക്സ്റേ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഫ്രാക്ചർ സംഭവിച്ചിട്ടുണ്ടോ, വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് നോക്കണം. അതിനനുസരിച്ച് മാത്രമേ ബാക്കി കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പാടുള്ളൂ. ഇനി നിങ്ങൾക്ക് കുറേ കാലമായിട്ട് വീക്ക്നെസ് ഉണ്ട്, അതേപോലെ മുമ്പ് എപ്പോഴോ ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും ബുദ്ധിമുട്ട് സംഭവിച്ചതാണ്, പക്ഷെ അതൊക്കെ മാറി, പക്ഷേ റിപ്പീറ്റഡ് ആയിട്ട് വീണ്ടും വീണ്ടൊക്കെ ഈ ബുദ്ധിമുട്ട് വരുന്നുണ്ട്. അതേപോലെ ചില സമയത്ത് നേരം തെറ്റി കുളിച്ചാൽ, അതേപോലെ കൂടുതൽ സമയം റൈറ്റ് സൈഡിലേക്ക് കിടക്കുക. അപ്പോൾ ചില ആളുകളുണ്ട് രാത്രി വലതുഭാഗത്ത് കിടന്നതാണ്, അപ്പോൾ രാവിലെ എണീക്കുമ്പോൾ ഷോൾഡർ നല്ല വേദന വരുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ ചെയ്യേണ്ടത് സമയത്തിന് കുളിക്കുക എന്നുള്ളതാണ്. രണ്ടാമത് നല്ല ഏതെങ്കിലും ബാമൊക്കെ തേച്ചിട്ട് നല്ല രീതിയിൽ എന്ത് ചെയ്യുക, ഒന്ന് ചൂട് പിടിച്ചാൽ തന്നെ എന്ത് ചെയ്യും, ആ നീർക്കെട്ട് കണ്ട് പോകുമ്പോൾ ആ വേദന മാറിക്കിട്ടും എന്നുള്ളതാണ്. പിന്നെ അങ്ങനെയുള്ള ആളുകൾക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അത് നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, വേണ്ട ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് മാറ്റാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ചില ആളുകൾക്ക് ഷുഗർ കൂടിയ ആളുകൾക്ക്, അതേപോലെ തന്നെ തൈറോയിഡ് ഉള്ള ആളുകൾക്കാണ് കൂടുതൽ ഫ്രോസൺ ഷോൾഡർ, ഫ്രീസായി പോവുക, നമ്മുടെ എന്ത് ചെയ്യുക, ഈ ജോയിൻറ്റ് ഫ്രീസായി പോകാം, പുറം മാന്താനോ അല്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കൈ പൊക്കാനോ ഡ്രസ്സ് ഇടാനോ തല ചെയ്യാനോ ഒന്നിനും പറ്റാത്ത കണ്ടീഷൻ ഉണ്ടായി പോകാം. അപ്പോൾ അങ്ങനെ ഫ്രോസൺ ഷോൾഡർ ഉള്ള കണ്ടീഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഷുഗർ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അത് മാനേജ് ചെയ്യണം, തൈറോയിഡ് ഉണ്ടെങ്കിൽ അതും നിർബന്ധമായിട്ട് മാനേജ് ചെയ്യണം. അതിൻ്റെ കൂടെ തന്നെ അതിന് സ്പെസിഫിക് ആയിട്ടുള്ള ചില ട്രീറ്റ്മെൻറ്റുകളുണ്ട്, ചില കപ്പിംഗ് തെറാപ്പികളുണ്ട്, ഹിജാമ് പോലെയുള്ള പ്രോസസ്സുകളുണ്ട്, എക്സസൈസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനെന്ത് ചെയ്യണം, നമ്മൾ ഈ പ്രശ്നങ്ങൾ വരുന്നത്, ടെൻഡനൈറ്റിസ് വരുന്നത്, അതിനൊക്കെ നമ്മൾ ചെയ്യേണ്ടത് അതിന് വേണ്ടിയിട്ടുള്ള സ്ട്രെച്ചിങ് എക്സസൈസുകളോ ആ ലിഗമെൻറ്റ്, ടെൻഡന്, മസിൽ, ജോയിൻറ്റിനൊക്കെ എന്ത് ചെയ്യുക, നല്ല സ്ട്രെങ്തൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള എക്സസൈസുകൾ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അത് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുമ്പോൾ തന്നെ അത് കംപ്ലീറ്റ്ലി എന്ത് ചെയ്യും, 100% രീതിയിൽ അത് മാറിപ്പോകും. അപ്പോൾ അതിന് മുമ്പായിട്ട് എന്ത് ചെയ്യണം, നിങ്ങളൊരു ഡോക്ടറെ കണ്ടിട്ട് വേണ്ട കാര്യങ്ങളൊക്കെ സ്വീകരിക്കണം. അവർ അണ്ടറിൽ മാത്രം, അവരുടെ കീഴിൽ മാത്രം എന്ത് ചെയ്യുക, നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് അതിൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം എന്നുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്താണ്, ജോയിൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ആളുകളാണ്. ഇനി അതേ സമയം ചില ആളുകൾക്ക് ഹാർട്ട് അറ്റാക്ക്, ഹൃദയസ്തംഭനം വന്നാൽ, ഹൃദയത്തിൽ അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ചില ആളുകൾക്ക് ഈ ഒരു ഭാഗത്ത് ഷോൾഡർ പെയിൻ ഉണ്ടായിരിക്കും. അവർക്ക് എവിടെ ഉണ്ടാവില്ല, വലതുഭാഗത്ത് ഉണ്ടാവില്ല, കാരണം നമ്മുടെ ഹൃദയം ഇവിടെയാണ്, ഈ ഒരു സൈഡാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നല്ല സിവിയറായിട്ട് നല്ല വേദന ഉണ്ടായിരിക്കും. നമ്മുടെ ഡ്രസ്സൊക്കെ ഇങ്ങനെ പിഴിയുന്നത് പോലെ തന്നെ ഈ ഒരു ഭാഗത്ത് സിവിയറായിട്ട് ഹൃദയത്തിൻ്റെ ഭാഗത്തൊക്കെ നല്ല വേദന അനുഭവപ്പെടുന്നില്ല, സ്ക്യൂസിങ് പെയിൻ എന്ന് പറയൽ. അപ്പോൾ അങ്ങനെ ഒരു വേദന വരുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഹൃദയത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങളാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി അതേപോലെ തന്നെ ചില ആളുകൾക്ക് ഈ ഒരു ഭാഗത്ത് വേദന ഉണ്ടാകാറുണ്ട്, എവിടെയെങ്കിലും വീണിട്ടുണ്ടായിരിക്കില്ല, ഷുഗറില്ല, പ്രഷറില്ല, അല്ലെങ്കിൽ തൈറോയിഡിന് പ്രശ്നമില്ല, അല്ലെങ്കിൽ വേറെ ബുദ്ധിമുട്ട് ചൊറിയാനോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കൈ പൊന്തിക്കാനോ ഇതിനൊന്നും പ്രശ്നമൊന്നുമില്ല, പക്ഷേ എന്തുണ്ട്, വേദന ഈ ഒരു ഭാഗത്തുണ്ട്. അങ്ങനെയും ചില കണ്ടീഷൻ ഉണ്ടാവും. അങ്ങനെയുള്ളവർ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ടത് അവർക്ക് പിത്തസഞ്ചിയിൽ കല്ലുണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. പിത്തസഞ്ചിയിൽ കല്ലുണ്ട്, അതിന് ബ്ലോക്ക് ഉണ്ട്, അവിടെ ഇൻഫ്ലമേഷൻ ഉള്ള ആളുകൾക്ക് ഈ ഭാഗത്ത് റഫേർഡ് പെയിൻ, ഇവിടെ എന്ത് ചെയ്യും, ഈ ഒരു ഭാഗത്തായിട്ട് നല്ല സിവിയറായിട്ട് വേദന ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ, പിത്തസഞ്ചിയിൽ കല്ലുണ്ടോ, അവർക്ക് കൂടുതലായിട്ട് എന്ത് സംഭവിക്കുക, ദഹന സംബന്ധമായ പ്രയാസങ്ങൾ, ഛർദ്ദിക്കാൻ കൂടുതൽ വരിക, അതുപോലെ എന്തെങ്കിലും ഓയിലായിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇറിറ്റേഷൻ വരിക,
അങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകളാണ്. ചിലപ്പോൾ ജോണ്ടിസ് പോലെയുള്ള പ്രയാസങ്ങൾ നമുക്ക് കാണാൻ കഴിയും. മഞ്ഞ മൂത്രത്തിൽ കൂടുതൽ യൂറിനിലൊക്കെ കൂടുതൽ മഞ്ഞ കളർ കാണുക, അതുപോലെ ഫീക്കസിൽ ചിലപ്പോൾ കളർ ചേഞ്ചസുകളൊക്കെ, മലത്തിൽ കളർ ചേഞ്ചസൊക്കെ വരിക. അപ്പോൾ അങ്ങനെ പിത്തസഞ്ചിയിൽ കല്ലുള്ള ആളുകൾക്ക്, ഇൻഫ്ലമേഷൻ ഉള്ള ആളുകൾക്കൊക്കെ ഈ പറഞ്ഞൊരു ഭാഗത്ത് വേദന ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ പലപ്പോഴും നമ്മൾ തുടക്കത്ത് പറഞ്ഞതുപോലെ എന്താണ്, സിമ്പിളാണ് കാര്യം. എന്തെങ്കിലും കൈ പൊന്തിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ചൊറിയാൻ പറ്റുന്നില്ല, കുളിക്കാൻ പറ്റുന്നില്ല, തല തോർത്താൻ പറ്റുന്നില്ല, സോപ്പ് തേക്കാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുള്ളൂ. പക്ഷേ നമ്മളത് പരിഗണിക്കണം. അത് വയസ്സ് കൂടിയതുകൊണ്ട് എന്തെങ്കിലും വിറ്റാമിൻ ഡെഫിഷ്യൻസി ആണോ, കാൽസ്യം ഡെഫിഷ്യൻസി ആണോ, ഇനി വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നതാണോ, വേറെ ഇഞ്ചുറി എന്തെങ്കിലും വന്നിട്ടുണ്ടോ, സോഫ്റ്റ് ടിഷ്യൂ ഇഞ്ചുറി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, ലിഗമെൻറ്റ്, ടെൻഡന്, മസിലിനൊക്കെ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, അത് കറക്റ്റ് ഏതാണെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ എടുത്താലേ അത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. എല്ല് റിലേറ്റഡ് ആയിട്ട്, ബോൺ റിലേറ്റഡ് ആയിട്ട്, ജോയിൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എക്സ്റേ എടുത്താലൊക്കെ മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ പറഞ്ഞിട്ടുള്ള വേദനകൾ നമുക്ക് കംപ്ലീറ്റ് മാറ്റിയെടുക്കാം, അതിൽ യാതൊരു സംശയമില്ല. പക്ഷേ എന്ത് ശ്രദ്ധിക്കണം, ഇത് എന്തുകൊണ്ടാണ് വന്നത് എന്നുള്ളത് നമ്മൾ നിർബന്ധമായിട്ട് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ യാതൊരു കോംപ്ലിക്കേഷനും ഇല്ലാതെ, യാതൊരു പ്രയാസവും ഇല്ലാതെ നമുക്ക് പഴയ രീതിയിലേക്ക് തന്നെ മടങ്ങാൻ കഴിയും. ഇനി അതല്ല, നിങ്ങൾക്ക് വേദന ഉണ്ട്, എന്തെങ്കിലും തൈലം തേക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്യുക, പിന്നീട് മാറും. അത് റിപ്പീറ്റഡ് ആയിട്ട് വരുമ്പോൾ നമ്മുടെ ജോയിൻറ്റിൻ്റെ ഹെൽത്തിനെ നല്ലോണം ബാധിക്കും. പിന്നീട് നമുക്കത് മാറ്റിയെടുക്കാൻ സമയം ഒരുപാട് വേണ്ടി വരും. നമ്മൾ ഒരുപാട് വീക്കായി പോയിട്ടുണ്ടായിരിക്കും. അങ്ങനെ പല ബുദ്ധിമുട്ടുകളും നമ്മൾ നേരിടേണ്ടി വരും എന്നുള്ളതാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ, നിങ്ങൾക്ക് വീട്ടിൽ ആരെങ്കിലുമൊക്കെ ഉണ്ട് എന്ന്, അവർക്ക് എന്നാലും പ്രശ്നമാണ്, ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, ചില ആളുകൾക്ക് എന്ത് ചെയ്യും, ഇത് സംബന്ധിച്ചിട്ട് വീക്ക്നെസ് നല്ലോണം വരിക, അതേപോലെ തന്നെ ചില ആളുകൾക്ക് കൈകൾക്കൊക്കെ തരിപ്പൊക്കെ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കണം. കാരണം അത് നെർവ് റിലേറ്റഡ് ആകാനുള്ള സാധ്യത, നാഡി റിലേറ്റഡ് ആയിട്ടുള്ള സാധ്യത, നട്ടൽ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾക്കുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ തരിപ്പൊക്കെ വരുന്നുണ്ട്, അതുപോലെ തന്നെ ചില ആൾക്ക് ചിലപ്പോൾ നല്ല പനിയൊക്കെ വരുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം, പരിശോധിക്കണം, ടെസ്റ്റുകളൊക്കെ ചെയ്യണം. കാരണം എന്തുകൊണ്ടാണ് അത് വന്നത് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം കാരണം മനസ്സിലാക്കണം. അതിനനുസരിച്ചിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കൂടുതലൊക്കെ അറിയണം, മനസ്സിലാക്കണം, കൂടുതൽ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ തന്നിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമുക്കിനി മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ട് വീണ്ടും കാണാം. താങ്ക്